ഒരു കുടിക്കടി ഇത് കുടിച്ച ഇത് ചലഞ്ചാണ് അമേരിക്കയുടെ ചലഞ്ച് പോരട്ടെ ബുർജ് ഖലീഫയും അതോടൊപ്പം ദുബായ് മാളിലെ ആപ്പിൾ സ്റ്റോറൊക്കെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഇനി ഞങ്ങളുടെ ലക്ഷ്യം ഫുഡ് കോർട്ടാണ്. ഫുഡ് കോർട്ടിൽ രസകരമായിട്ടുള്ള കുറേ കാഴ്ചകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അതോടൊപ്പം ഞങ്ങൾ നടത്തിയ ചാലഞ്ചസൊക്കെ ഈ വീഡിയോയിൽ കാണാം. അപ്പം പുതിയൊരു രസകരമായിട്ടുള്ള വീഡിയോയിലേക്ക് സ്വാഗതം. ലെഫ്റ്റ് സൈഡിലേക്ക്, റൈറ്റ് സൈഡിലേക്ക്, അതോടൊപ്പം നേരെ മുകളിലേക്ക് വരെ ആരോ മാർക്ക് വെച്ചിട്ടുണ്ട്. ഏതായാലും സൈൻ ബോർഡിനെ നമുക്ക് ആശ്രയിക്കാൻ പറ്റില്ല, കാരണം എവിടെയാണ് ചെന്നെത്തിച്ചേരാമെന്ന് യാതൊരു ഐഡിയ ഇല്ല. ഏതായാലും നടന്ന് നേരെ ചെന്നെത്തുമ്പോഴേക്കുണ്ട് വെണ്ടക്ക അക്ഷരത്തിൽ ഫുഡ് കോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബോർഡ്. അങ്ങനെ മണം പിടിച്ച് ഞങ്ങൾ ഫുഡ് കോർട്ടിലെത്തി. കയറുമ്പോൾ തന്നെ വിവിധതരം ഫ്ലേവറുകളും ആ ഫുഡിൻ്റെ സ്മെല്ലൊക്കെ മൂക്കിലടിച്ച് കയറി. നമുക്ക് ബോംബെ ചോക്ലേറ്റും പൂരി പറഞ്ഞില്ല. പാനിപ്പൂരി, സേപ്പൂരി, ദഹിപ്പൂരി, ചോദിച്ചോ വെജ് അടിക്കല്ലേ നമുക്ക്. ബോംബെ സ്ട്രീറ്റുകളിൽ 10 രൂപ കിട്ടുന്ന അതേ പാനിപ്പൂരി ആണെന്ന് ഇവളിപ്പോൾ ചോദിച്ചു. പക്ഷേ വെള്ളം ഇറക്കാമെന്നല്ലാതെ ഈ പൈസക്കൊന്നും നമുക്ക് വാങ്ങാൻ പറ്റില്ല, കാരണം നല്ല റേറ്റിലാണ് ഇവർ വെക്കുന്നത്. പൂരി ബാജി കഴിക്കാമെന്ന് വിചാരിച്ച് അതിന് ലക്ഷ്യമാക്കി നമ്മൾ ഓർഡർ ചെയ്ത് നമുക്ക് കിട്ടിയതോ ചോല ഭട്ടൂര. നമ്മുടെ ചോള ഭട്ടൂര എത്തിയിട്ടുണ്ട്. 25 ദിർഹംസാണ്. വീട്ടിലുണ്ടാക്കിയത് നാണോ എന്നാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അങ്ങനെ ചൂട് ചോള ഭട്ടൂരൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും ഫുഡ് കോർട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങി. ടർക്കിഷ് ഫുഡാണ് ഈ കണ്ടത്. വീണ്ടും ഞങ്ങൾ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പോയി. ജാപ്പനീസ് ഫുഡും അതുപോലെ തന്നെ ചൈനീസ് ഫുഡും ഇതൊക്കെ നമ്മൾ കണ്ടു. ഏതായാലും പോക്കറ്റ് കാലിയാവാതെ ഏറ്റവും രുചികരമായിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസാണ് നമ്മൾ പിന്നീട് ഓർഡർ ചെയ്തത്. അതോടൊപ്പം ലെമനേഡും ഞങ്ങൾ സൈഡായിട്ട് ഓർഡർ ചെയ്തു. സ്ട്രോബെറി ഫ്ലേവറാണത്. ഏതായാലും അതൊന്ന് രുചിച്ച് നോക്കാം. സ്ട്രോബെറി കഴിച്ചിട്ട് ഫുഡ് കോർട്ടിൻ്റെ ഒരു ഒഴിഞ്ഞ മൂലയിൽ ലെമനേഡും അതോടൊപ്പം ഫ്രഞ്ച് ഫ്രൈസൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ വീണ്ടും വേറൊരു ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. അവസാനത്തെ ചാലഞ്ച് ബ്ലാക്ക് ഷീപ്പ്, അതാണ് ഈ കഫേയുടെ പേര്. ഏതായാലും പൈസ കണ്ടിട്ട് ഞങ്ങളാകെ ഞെട്ടിയിരിക്കുകയാണ്. കടിച്ചതുമില്ല പിടിച്ചതുമില്ലാത്തൊരവസ്ഥയായിപ്പോയി. ഏതായാലും കോൾഡ് കോഫി കഴിക്കണമെന്ന ആഗ്രഹമായി ചെന്നെത്തിയത് ബ്ലാക്ക് ഷീപ്പിൻ്റെ മുമ്പിൽ. അതായിരുന്നു നമ്മുടെ അവസ്ഥ. ഏതായാലും ഏറ്റവും കുറഞ്ഞ പൈസയുള്ള അമേരിക്കാനോ ഓർഡർ ചെയ്തു. ഒരു സാധനം ഇത് ബ്രൗണി, അത് മറ്റേ ചക്കപ്പഴം ക്യാരറ്റ് കേക്ക്, ബ്ലൂബെറി, നല്ലായിരിക്കും. പഴത്തിന്
ഒരു പഴത്തിന് നമ്മൾ തന്നെ കഴിക്കണോ? ഷുഗർ എടുത്തോ? ഞാൻ എടുക്കാൻ പോയില്ലെങ്കിൽ നമുക്ക് നോക്കിയതല്ലേ പഞ്ചാര ഉണ്ടോ? പഞ്ചാര പൊട്ടിയത് ഒരു നാറ്റമുണ്ട്. പിന്നെ എന്തെന്ന് പറഞ്ഞല്ല, ഇതെല്ലാം വാങ്ങിയിട്ട് നമ്മളിതെല്ലാം മിക്സ് ആക്കി കുടിക്കുമ്പോൾ എടി ഇത് ചായ ഒന്നുമില്ല, കാപ്പിയും ഇല്ല. അല്ലാതെ ഒന്നും അറിയാതിട്ടില്ല. ഇതിനും കൂടെ തൂത്ത് രാത്രി ഒരു ഗോൾഡ് ഉപ്പിട്ടാലോ? ഇത് ശരിക്കുള്ള ആളാണ്? ശരിക്കുള്ള ആളാണോ? എടാ ഞാൻ ഒരു പഞ്ചാര എടുത്തിട്ടെ രണ്ട് പഞ്ചാര എടുത്തിട്ടെ. 18 രൂപ കൊടുത്തിട്ട് അതിനകത്തേക്ക് വീഡിയോ കളിക്കുമ്പോ ഇതിലൊന്നും എഴുതാൻ മറ്റേ കശ്മൂലായിരുന്നു അല്ലേ? നല്ലോണം ഇട്ടോ പഞ്ചസാര മൊത്തം എടി അതൊക്കെ പഞ്ചസാര വാങ്ങിട്ട് വാടി. സൂപ്പർ മാർക്കറ്റ് വാങ്ങിട്ടോ. പഞ്ചസാര അടുത്ത് മൊത്തം തരുന്നു. അപ്പൊ നമ്മള് എങ്ങനെങ്കിലും എന്റെ പഞ്ചസാര തവി പോരാഞ്ഞിട്ടുണ്ട്. കരണ്ടിയോ ആശ്വാസമുണ്ട്, ഇച്ചിരിയെങ്കിലും ആശ്വാസമുണ്ടോ? ഇതിനോട് ചോദിക്കണോ ഇത് ഏതാ? എനിക്കുണ്ട് ഭയങ്കര കഴിപ്പ്. ഏതൊക്കെയോ പുല്ലൊക്കെ വെട്ടിട്ടുണ്ട്. കുടിക്കടി. ഇത് കുടിച്ച ഇത് ചലഞ്ചാണ്, അമേരിക്കാണ് ചലഞ്ച്. പോരട്ടെ. അച്ചായി വെറുതെ ചുക്ക് കാപ്പിയൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട്. വെരി ടേസ്റ്റി. പഞ്ചസാര വീട്ടിൽ കൊണ്ട് ചൂടാക്കി തിന്നും ചേട്ടാ. ചോദിച്ചു വാങ്ങുന്നില്ലാതെ വീട്ടിൽ പോയി ചൂടാക്കി. ആർക്കായിരുന്നു ഗോൾഡ് കോഫി കുടിക്കണത് ഇത്ര ആഗ്രഹം? എനിക്കല്ലേ, ഞാൻ ഗോൾഡ് കോഫി എന്നുള്ള കാര്യം പറഞ്ഞിട്ടേ ഇല്ല. എന്താ അങ്ങോട്ടൊക്കെ തിരിച്ചു തുപ്പുന്നുണ്ടോ? ഈ ജ്യൂസൊക്കെ ആണെങ്കിൽ അൻപത് വലിക്കുന്ന വലിയുണ്ട്, ബാക്കിയുള്ളവർക്ക് കിട്ടത്തോലും ഇതാണെങ്കിൽ ഇഷ്ടം പോലെ തരും. നീ ഒറ്റയാണ് അമ്മയാതിരി ഞാൻ നടന്നു പോകുന്നത്. ഞാൻ വെച്ചിട്ട് എന്തെല്ലാം ഐഫോൺ വാങ്ങാം. ഐസ് തിന്നാ മതിയാ? ഐസ് അതിൽ നിന്ന് എടുക്കണം സ്ട്രോ വെച്ചിട്ട്. ഒന്നേ വേഗം, ഏറ്റവും കൂടുതൽ എടുക്കുന്ന ആളാ. ഞാൻ ഒരെണ്ണം എടുത്തു. ഇല്ല, അതിന് താഴെ വീഴുകയും കണ്ടാണ്. അതും താഴെ വീണേ.
എടി നീ ഒച്ച ഉണ്ടാക്കല്ലേ 10 സെക്കൻഡും കൂടി ഒരെണ്ണം ഞാനും ഒരെണ്ണം തന്നെ ഉഞ്ചേണ്ണും ഒരെണ്ണം കഴിഞ്ഞ് ടൈം അപ്പ് സ്റ്റാർട്ട് ഞാൻ തിന്നത്തില്ല കേട്ടോ എന്തൊക്കെ ചെയ്താല് 47 സെക്കൻഡ് ബാക്കി ഒന്നിനെങ്കിലും തപ്പിക്കാൻ പറ്റുമോ എനിക്ക് ഒരെണ്ണെങ്കിലും ഇടണം പുറത്ത് അങ്ങനെ പറ്റൂലേ എനിക്ക് തിന്നാൻ പറ്റൂല അതുകൊണ്ടാ കള്ളക്കളി ഇനി 8 സെക്കൻഡ് ബാക്കി ഞാൻ ജയിച്ചു ഇത് കിട്ടും ബ്ലാക്ക് ഷീപ്പിന്റെ കോഫി ദുബായ് മാളിലെ കാപ്പിയൊക്കെ കുടിച്ച് നമ്മൾ നേരെ വീട്ടിലേക്കാണ്. സമയം ഏകദേശം 12 ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.